കോമള ഞാനിങ്ങനെ ആലോചിച്ചപ്പോ കിട്ടിയതാണേ. ആലോചിച്ചപ്പോ എന്താണ് നമ്മുടെ രണ്ടുപേര് ചരിത്രങ്ങൾ ആർക്കും അറിയില്ല. ഇല്ല. ചിലർ ചോദിക്കണ്ട, നേരിൽ ചോദിക്കണം നിങ്ങൾ ലവ് മാരേജ് ആണെന്ന്. ശരി, നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. ലവ് മാരേജ് ചോദിച്ചില്ലേ? ചോദിച്ചിട്ടുണ്ട്. ലവ് മാരേജ് ആണല്ല, അല്ല, ശരിക്കും കണ്ട് കേട്ട് അന്വേഷിച്ചിട്ട് വന്നിട്ടാണ് കല്യാണം. അതെ. അതും ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് പെണ്ണ് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. എവിടെയും പോയിട്ടില്ല. ഇല്ല. അവിടെ വരുമ്പോ ഞാൻ കാണാൻ വരുന്ന സമയത്ത് അന്ന് 19 വയസ്സ് ഇല്ലേ? 18 വയസ്സ്. ഒരു കുഞ്ഞു ഓലപ്പുര. അതില് അച്ഛൻ, അമ്മ, 2 അനിയന്മാർ, ചെറിയ കുട്ടികളില്ലേ? അന്ന് തന്നെ വന്ന് കണ്ടു ആ ഓലപ്പുര. നമ്മളും വന്നൊരു ഓലപ്പുരയിലാണ് ഞാനും താമസം. അന്ന് വരുന്ന സമയത്ത് നല്ല കഷ്ടപ്പാടുള്ള സമയം. അവിടെയും ബുദ്ധിമുട്ടും ഇവിടെയും കഷ്ടപ്പാടും. അന്ന് എനിക്ക് ആർട്ടിസ്റ്റാണ്, വരയ്ക്കാണ് പണിയില്ലേ. കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ തന്നെ കല്യാണം ഉറപ്പിച്ചു, നിശ്ചയിച്ചു. ഒരു 5-6 മാസത്തിലെ കല്യാണം കഴിഞ്ഞു അല്ലേ? ഈ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നില്ലേ? വന്ന ഒരാഴ്ച കഴിയുമ്പോഴേക്കും എനിക്കിവിടെ എന്താ കിട്ടിയത് ഒരു അനുഭവം? ഒരാഴ്ച കഴിയുമ്പോഴേക്കും എനിക്ക് കിട്ടിയ അനുഭവം മറക്കാണ്ട് പറയാം. ഒരു മാട് കിട്ടി. ഒരു മാട്. കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ ഗവൺമെന്റിന്റെ ആനുകൂല്യമായിട്ട് നമ്മൾക്ക് മാട് കിട്ടി. ഒരു മാട്, അതായത് നല്ലൊരു പശു കിട്ടി. ഗവൺമെന്റിന്റെ ആനുകൂല്യം പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. അത് ഞങ്ങൾക്ക് കിട്ടി. അതും കൊണ്ട് കുറെ ഈ പാടത്തൊക്കെ മേച്ച് നടന്നു കറന്നു കൊടുത്തു അല്ലേ? അപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്നു. അതുകൊണ്ട് ചെറിയ കൂലി 4 രൂപ എന്തോ ഉള്ളൂ അല്ലേ? അങ്ങനെയാണ് ജീവിതം. അതിന്റെ ശേഷമാണ് നമുക്കൊരു വീട് കിട്ടിയത്. അങ്ങനെ ആദ്യം കിട്ടി ഇല്ലേ മാട്. ആദ്യം കിട്ടിയത് മാട്, ആദ്യം കിട്ടിയത് മാട്, പിന്നെ കിട്ടി ഒരു വീട് ഞങ്ങൾക്ക്, പിന്നെ കിട്ടി ഒരു വീട്. സർക്കാരിന്റെ കവിയാണ് ഞാൻ ആ സമയത്ത് ഇല്ലേ? അന്ന് തുടങ്ങിയ കവി തന്നെ, നിമിഷം കൊണ്ട് പാടിയതാണ്. അങ്ങനെ നമ്മൾ ജീവിച്ചു വരുന്ന ശേഷമാണ് ഓരോരോ കുഞ്ഞുങ്ങൾ നമുക്കുണ്ടത്. മൂത്ത ആള് ക്യാമറ എടുക്കുന്ന ആള് നമ്മുടെ ഉണ്ണി നമ്മൾ വിളിക്കും, അഭിലാഷ്. മേളത്തിന് പോകുന്നു. 2ാമത്തെ ആളാണ് അഭിനന്ദ്. അത് നമ്മള് പാപ്പാന്ന്. 3ാമത്തത് കുഞ്ഞുവാന്ന് വിളിക്കും. യഥാർത്ഥ അഭിജിത്ത്. ഒക്കെ ഇവിടെ ഇന്ത്യ പല ഭാഗത്താണ് മക്കള്. ഒക്കെ പിന്നീട് ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ അത് പറഞ്ഞതിന്റെ അർത്ഥം, ഒരു പെണ്ണ് വന്നാലറിയാം, ഒരു പെണ്ണ് പോയാലറിയാം. ഒരു പെണ്ണ് മഹാലക്ഷ്മി പോലെ ഇവിടേക്ക് എന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ, കുഞ്ഞു ഓലപ്പര വീട്ടിലേക്ക് കയറി വന്നപ്പോ കറക്റ്റ് 8ാം പക്കം തന്നെ ഞങ്ങൾക്കൊരു മാട് കിട്ടി. വീണ്ടും 1-2 മാസത്തിനുള്ളിൽ ഓലപ്പര പോയി നമുക്ക് സർക്കാരിന്റെ വോട്ട് വരെ കിട്ടി. വളരെ നിർധനമാണ്, കഷ്ടപ്പെട്ട് കുടുംബം കഴിയുന്ന കാലഘട്ടം. ഞാനന്ന് വരയ്ക്കാനും എഴുതാനും ഒക്കെ പോയി കഴിഞ്ഞാൽ, പെയിന്റിംഗ് ആണ്, ആർട്ടിസ്റ്റ് ഡിപ്ലോമ പാസ്സായാണ്. പോയി കഴിഞ്ഞാൽ അന്ന് 4 രൂപ 2 രൂപയൊക്കെ കിട്ടും ആ കാലഘട്ടം. 5 രൂപ അങ്ങനെ. അത് മാത്രമാണ് കല്യാണം കഴിഞ്ഞ കറക്റ്റ് 16ാം ദിവസം, കറക്റ്റ് 16, ഒരു ഞായറാഴ്ച കല്യാണം കഴിയുന്നു. ഞായറോട് ഞാൻ 16ാം ദിവസം ഇരിക്കുന്ന ആള് ചോറ്റുപാത്രം കൊണ്ട് പാടത്ത് പണിക്ക് പോയി. അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കല്യാണം കഴിഞ്ഞ് വന്നാണ്. എന്താ കാരണം ചോദിച്ചാൽ, അന്നത്തെ 9 പഠിക്കുന്ന സമയത്ത് കെട്ടിക്കൊണ്ട് വന്നാണ്. അത് മറക്കും എനിക്ക്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കെട്ടിക്കൊണ്ട് വന്നാണ്. അന്ന് നോക്കി ഒരു 18 വയസ്സ് പ്രായമുള്ള സമയത്ത് വന്നിട്ട് ഈ പറഞ്ഞ 16ാം ദിവസം പണിക്ക് പോയി, ജോലിക്ക് പാടത്ത് പണിക്ക് പോയി. വേറെ വഴിയില്ല. അച്ഛനും അമ്മയ്ക്കും ഞാനൊരു മകൻ, അമ്മയും അച്ഛനൊക്കെ പ്രായം ചെന്നവര്, കുടുംബം നോക്കണ്ടേ. പണിക്ക് ഞാൻ പോയിട്ടുണ്ട്. ദാരിദ്ര്യം, കഷ്ടപ്പാട്. അത് മാത്രമല്ല, 2ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചതോ, 2ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോ വലിയൊരു കഥയാണത്. ജോലി സ്ഥലത്ത് നിന്നാണ് വയറുവേദന ഉണ്ടാകുന്നത്. വക്കോലടിക്കാൻ വേണ്ടി പോയതാണ് കൊയ്തിട്ട്. അങ്ങനെ വയറുവേദന എടുക്കുന്നു. ഇവരെയും കൊണ്ട് ഞങ്ങൾ നേരെ ആശുപത്രിയിൽ പോകുന്നു. അന്ന് ഇതുപോലെ ഓട്ടവും വണ്ടിയും വാഹനമൊന്നും ഇല്ല. ആ ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു ഓട്ടോ കിട്ടി. നെന്മാറയിൽ ഒരു വണ്ടിയും ഇല്ല അല്ലേ? അങ്ങനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ടാണ് പ്രസവിച്ചത്. പൈസയില്ല. കൊല്ലങ്കോട് ഗവൺമെന്റ് ആശുപത്രിയില് നാട്ടിലൊക്കെ നടന്നിട്ട് 10 രൂപ കിട്ടാൻ നോക്കിയത്. 3 കുട്ടികൾ ഇസ്മയിൽ ഡോക്ടറാ നോക്കിയത്. അന്ന് ഉണ്ട്, മരണപ്പെട്ടിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഒരു വഴിയില്ല. ഒരാളെ കൊണ്ട് ഒരു 10 രൂപ ചോദിച്ചാൽ കിട്ടാത്ത ഘട്ടമാണ്. ഇന്ന് 300 രൂപ കടക്കാവോ? 30 രൂപ ഞാൻ കടക്കാരാണ്. 30 രൂപ, 300 അല്ല 30 രൂപ ഒരാളെ കൊണ്ട് കടം വാങ്ങിച്ചാണ് ആശുപത്രി വെച്ചിട്ട്. അതൊരു ഇഞ്ചക്ഷൻ വാങ്ങിക്കാൻ വേണ്ടി. അവസാനം അപ്പോഴേക്കും ഭാര്യ പ്രസവിക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കും. അത്രയും ദുരിതവും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം തമ്പുരാൻ കൈവിട്ടില്ല അല്ലേ? അച്ഛൻ മരിക്കുന്ന സമയത്ത് ഒരു ഓലഗ്രന്ഥം കൈത്തന്നു എന്റെ കൈവശം. അന്ന് ഇയാൾ പണിക്ക് പോകണം, ഞാൻ വരയ്ക്കാൻ പോകണം. അതിൽ നിന്നാണ്, ആ ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ച് വളർന്നിട്ടാണ് ജ്യോതിഷം.
മാന്ത്രികം, പൂജാകർമ്മങ്ങൾ ഇതെല്ലാം പഠിച്ച് ദൈവം ശരിക്കും എന്നെ യഥാർത്ഥമായിട്ടൊരു ഈശ്വര ചിന്തയിലേക്ക് നയിച്ചു. തികഞ്ഞ വിപ്ലവകാരിയായിരുന്നു, തികഞ്ഞ വിപ്ലവകാരി. ഈശ്വര വിശ്വാസം ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. ഇല്ല കോമഡ, അതെ. പിറന്നാൾ പോലും നമ്മൾക്കില്ല, ഇല്ല ഇല്ല ശരി. ഈ കുട്ടികൾക്ക് പോലും ഇല്ല അല്ലെ? ഇല്ല ഇല്ല നാലോചിച്ച് നോക്ക്. ഇല്ല 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 അമ്പലത്തിൽ പോയിട്ടില്ല, നമ്മുടെ കല്യാണം പോയിട്ടില്ല. അമ്പലത്തിൽ പോലും കല്യാണം കഴിഞ്ഞ് പോയിട്ടില്ല. അത് പോയിട്ടില്ല. പോകാൻ വഴിയില്ല, നല്ല കൂട്ടാനൊക്കെ കറി കിട്ടിയിട്ടില്ല. ഇല്ല. അങ്ങനെയൊക്കെ ജീവിച്ചതാണ്. വളരെ ദുഃഖകരമായ അനുഭവത്തിൽ കൂടെ വന്നു. ഇന്നിപ്പോ നമ്മൾ നിലത്തിരുന്നിട്ടാണ് ആഹാരം കഴിച്ചില്ലേ? അതെ. ഇന്നിപ്പോ ഡൈനിങ് ടേബിൾ ഇല്ലേ? അതെ. അച്ഛൻ മരിക്കുന്നവരെ അച്ഛന് കട്ടിൽ കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. ഇല്ല. നമ്മൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് നല്ലൊരു കിടക്കിയില്ല, ഒരു ഇല്ല. സാധാരണ പായില പായ്. കിടക്കില്ല. അതെ. ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുന്നത്. എന്താ കാരണം ചോദിച്ചാൽ രക്കപ്പൻ സ്വാമി കോമൺ എന്ന വലിയൊരാളൊന്നുമല്ല, ഒരുപാട് തളർച്ചയിൽ നിന്നാണ് വളർന്നിപ്പോ ചെറിയൊരു വീടായി. കഷ്ടപ്പാട് ഇഷ്ടംപോലെ ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മക്കള് എന്താ പറയാ ഒരുപാട് രണ്ടാമത്തെ ജനിച്ചിട്ട്. എപ്പോഴും ഒരുപാട് പ്രയാസപ്പെട്ടു. അതെ. അപ്പോ അത് പറയാൻ കാരണം എന്നും ഒരു എളിമ നമ്മളിൽ വേണം. ആ എളിമ ഞങ്ങളിലുണ്ട്. ആ ഒരു വിവരണം നിങ്ങൾക്ക് പങ്കുവെച്ചതെന്നാണ്. ഒരിക്കലും വലിയ ആളല്ല ഞങ്ങൾ, ഇന്നും ചെറുതാണ്. ആ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.